നമ്മോടൊപ്പം ഗൗതം അമൃകുഞ്ചം ചേരുന്നുണ്ട്. ഗൗതം, ഈ ദൃശ്യങ്ങളെല്ലാം വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് നമ്മളിലേക്ക് ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അഞ്ജലി, നമ്മുടെ തമിഴ് റിപ്പോർട്ടർ, നമ്മൾ ന്യൂസ് തമിഴിൻ്റെ റിപ്പോർട്ടറാണ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും അവിടെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം നടത്തുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴിയാവുന്ന എല്ലാ സ്ഥലത്തും, അതായത് ഉയരമുള്ള എല്ലാ സ്ഥലത്തും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു, അവർ കയറിയിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് കിടക്കുന്നത് നമുക്ക് കാണാം, പല വൈദ്യുതി പോസ്റ്റുകളും തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ പല നാട്ടിൽ നിന്നും വിജയെ കാണാനായി എത്തിച്ചേർന്ന, കരൂരിലേക്ക് എത്തിച്ചേർന്ന വിവിധ പ്രായത്തിലുള്ള വിവിധ മനുഷ്യരുടെ ചെരുപ്പുകൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നമുക്ക് കാണാൻ കഴിയും. റിപ്പോർട്ടർ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, ന്യൂസ് തമിഴിൻ്റെ റിപ്പോർട്ടർ അത് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. വളരെ ദാരുണമായ ഒരു കാഴ്ചയാണ്. ഏകദേശം 500 മീറ്റർ, അതായത് 1/2 കിലോമീറ്ററിലധികം സമാനമായ രീതിയിലുള്ള കാഴ്ചകൾ റോഡിന് ഇരുവശത്തുമുണ്ട് എന്നാണ് റിപ്പോർട്ടർ പറഞ്ഞു വെച്ചത്. അപ്പോൾ അത്രമാത്രം ഭീകരമായ ഒരു സാഹചര്യം അവിടെ ഉയർന്നിരുന്നു. ഈ മുകളിൽ കയറി നിന്ന ആളുകൾ ചില്ല പൊട്ടി, അതായത് ആ ദൃശ്യത്തിൽ നമ്മൾ കണ്ടതാണ്, മരത്തിൻ്റെ ചില്ല പൊട്ടി താഴേക്ക് പതിച്ച് അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉയർന്ന ഭാഗങ്ങളിൽ കയറി നിന്നവരൊക്കെ തന്നെ ഈ തിരക്ക് വർദ്ധിച്ചതിനോടെ താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് ജീവികൾക്ക് വരെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം തിങ്ങി നിറഞ്ഞതായിരുന്നു ആ സ്ഥലം എന്നത് നമുക്ക് സുവ്യക്തമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും വലിയ തരത്തിൽ പരിക്ക് പറ്റുന്ന തരത്തിലേക്ക്, അവർക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്കുള്ള വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒപ്പം തന്നെ ഇതിനെ നിയന്ത്രിക്കാൻ യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നേരത്തെയും സമാനമായ രീതിയിൽ വിജയുടെ റാലി കടന്നുപോയ തിരുവാരൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുകയും തുടർന്ന് അത്തരത്തിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കയറി തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ കാണാൻ, TVK നേതാവായ വിജയെ കാണാൻ ആളുകൾ തടിച്ചുകൂടിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പല സാഹസിക പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായി ആളുകൾ നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു റാലിയിലേക്ക് 10,000 പേരെ മാത്രം പ്രതീക്ഷിക്കുന്നു എന്ന് കാണിച്ച് അതിന് ആ പരിപാടി സംഘടിപ്പിക്കാൻ, 10,000 പേരെ പങ്കെടുപ്പിക്കുന്ന പരിപാടി സംഘടിപ്പിക്കാനുള്ള ഒരു ഇടം വേണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുകയും ആ സ്ഥലത്തേക്ക് 60,000 പേർ എത്തുമെന്നുള്ള ഒരു മുൻകരുതലിൽ പോലീസ് അതിൻ്റെ ക്രമീകരണങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടേക്ക് എത്തിയത് 2 ലക്ഷത്തിലധികം പേരാണ്. അപ്പോൾ അത്രയും പേരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് അവരെ എത്തിച്ചതാരാണ്, അവർ എന്തുകൊണ്ട് വന്നു, അവരെങ്ങനെ വന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് TVK എത്തുമെന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം അത് വളരെ കൃത്യമായ റിപ്പോർട്ടിലേക്ക്, അതല്ലെങ്കിൽ നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് TVKക്ക് അത്ര ഗുണകരമാകില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള, അതായത് രാഷ്ട്രീയത്തിൽ ഒരു പ്രകടനം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുക, താരപ്രചാരകരെ രംഗത്ത് കൊണ്ടുവരിക, സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച് അവർ രാഷ്ട്രീയ നേതാക്കളായി, രാഷ്ട്രീയ താരങ്ങളായി മാറുക എന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തമിഴ്നാട് സ്റ്റൈലിൽ നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളതാണ്. ആ സ്റ്റൈൽ പിന്തുടർന്നാണ് വിജയും ഇത്തരത്തിലുള്ള റാലിയിലേക്ക്, പര്യടനത്തിലേക്ക് കടന്നത്. പക്ഷേ അവിടെയൊക്കെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട പോരായ്മ, അതിനെ സംഘടിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായ സംഘടനാ സംവിധാനം ഉണ്ടാക്കുക, സംഘടനാ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അതിന് ചുമതലകൾ ഉണ്ടാവുക, ആ ചുമതല വഹിക്കേണ്ടവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൃത്യമായിട്ടുള്ള പരിചയവും ധാരണയും ഉണ്ടാകുക തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട പല ഘടകങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഈ റാലിയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നത് വ്യക്തമാണ്. ഇതൊരു ഇവൻ്റ് മാനേജ്മെൻറ്റ് പരിപാടി സംഘടിപ്പിക്കുന്നതിന് സമാനമായി, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഷോ സംഘടിപ്പിക്കുന്നതിന് സമാനമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് കോടതി ഇതിൽ ഇടപെടുകയും ഇതിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന്, അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സമാനമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകാതെ തന്നെ വലിയ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിലേറ്റവും വലിയ റാലികൾ, വലിയ പ്രസംഗങ്ങൾ, താരപ്രചാരകർ എത്തിയിട്ടുള്ള വമ്പൻ മൈതാനങ്ങളിൽ വലിയ പ്രസംഗങ്ങൾ
കാര്യങ്ങളൊക്കെ വലിയ പരിപാടികളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടലൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ DMK-യുടെയോ അണ്ണാ DMK-യുടെ ഒക്കെ പരിപാടികളിൽ പടക്കുറ്റൻ റാലികൾ തമിഴ്നാട്ടിൽ നടന്ന് നമുക്കറിയാം. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ അന്നൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ അപകടത്തിലേക്ക് വലിയ ദുരന്തത്തിലേക്ക് TVK-യുടെ ഒരു റാലി മൂന്നാം ഘട്ടത്തിലേക്ക് അതിൻ്റെ പര്യടനം എത്തുമ്പോൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയപരമായി പ്രായോഗിക രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രീയം പ്രാവർത്തികമാക്കുന്നതിൽ ഉയർത്തുന്ന വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രായോഗികതയിൽ രാഷ്ട്രീയ പരിചയമില്ലായ്മയുടെ കൃത്യമായ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അഞ്ജലി.